പ്രിയമുള്ളവരെ, നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചത് എന്താണ്? അവിടെ ഇഹലോകവാസം വെടിയുന്നതിന് മുമ്പ് വ്യക്തമായും മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ, മതസംഘടനകൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത, ഏകോപിച്ച വളരെ പ്രസിദ്ധമായ കാര്യമാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതിലൊന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, രണ്ടാമത്തേത് പ്രവാചകന്റെ വചനമാണ്, പ്രവാചകന്റെ ചര്യയാണ്. പ്രവാചകന്റെ വചനം, പ്രവാചകന്റെ മൗനാനുവാദം, പ്രവാചകന്റെ പ്രവൃത്തി, ഇതെല്ലാം കൂടിയ സുന്നത്ത് എന്ന് നമ്മൾ പറയുന്ന കാര്യം. അതാണ് തറക്തു ഫീക്കും അംറൈൻ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങളിൽ ഇല്ലാത്തതും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒന്നും പെടാത്തതുമായ ഒരു വിഷയത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവന്നാൽ അത് മുസ്ലിം സമുദായത്തെ നന്നാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണോ? അതിലൊരിക്കലും തന്നെ അതിൽ നമുക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ സമുദായം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് ഈ പ്രവാചകന്റെ മുടിയുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകളും വിവാദങ്ങളും പ്രയോജനം ചെയ്യുന്നുണ്ടോ? ആലോചിച്ച് നോക്കേണ്ടതാണ്. മുസ്ലിം സമുദായത്തിലെ ഒരുപാട് പെൺകുട്ടികൾ വിവാഹം ചെയ്യാൻ കഴിയാതെ സ്ത്രീധനം എന്ന ദുരിതത്തിന്റെ പേരിൽ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സാധാരണ മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നവരും സാധാരണ മനുഷ്യരുടെ വിഷമങ്ങൾ അറിയുന്നവരുമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും ബോധ്യപ്പെടാവുന്ന ഒരു കാര്യമാണ്. സൗന്ദര്യഭ്രമത്തിന്റെ പേരിൽ പെൺകുട്ടികൾക്ക് വിവാഹം ലഭിക്കാതിരിക്കുന്ന പ്രശ്നം. അപ്പോ ആഭരണത്തോടുള്ള അനിയന്ത്രിതമായ ഭ്രമം, സ്ത്രീധനത്തോടുള്ള അനിയന്ത്രിതമായ ആസക്തി, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ വ്യഭിചാരം, മദ്യപാനം, ക്രിമിനലിസം തുടങ്ങിയിട്ടുള്ള മുസ്ലിം സമുദായത്തിന്റെ മറ്റു പ്രശ്നങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇന്ന് മുസ്ലിം സമുദായം അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പ്രവാചകന്റെ കേശമാണ് ഇത് ലഭിച്ചത്, അത് ഒറിജിനൽ തന്നെയാണ് എന്ന് വെക്കുക എങ്കിൽ അത് ഈ ഏതെങ്കിലും ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണോ? അങ്ങനെ ഒരു പരിഹാരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അതൊരിക്കലും തന്നെ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമല്ല. അത് സാമ്പത്തികമായ മറ്റു പല താല്പര്യങ്ങളുമാണ് ഇതിന്റെ പിന്നിലെന്ന് അതിന്റെ ചിത്രം രൂപപ്പെട്ടു വരുന്നത് എത്രയളവിലാണോ അത്രയും അളവിൽ മാനവ സമൂഹത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മാലോകർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അടിസ്ഥാന പ്രശ്നങ്ങളെ അവഗണിക്കുക, ഇവ പ്രശ്നങ്ങളല്ലാത്തതിനെ ഉയർത്തിക്കൊണ്ടുവരിക, സാമ്പത്തിക കാര്യലാഭങ്ങളുടെ പിന്നാലെ പോവുക, എന്നിട്ട് മനുഷ്യ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കേണ്ടുന്ന മതപണ്ഡിതന്മാർ അനാവശ്യമായ വിവാദങ്ങളിലൂടെ മുഖ്യ പ്രശ്നങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ സമുദായം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ എന്തെന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥയിൽ ഉറക്കം നടിക്കുക, ഇത് വളരെ അപകടകരമായ ഒരു കളിയാണ്. ഇതുകൊണ്ട് മുസ്ലിം സമൂഹം ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല.